തുടരുക. ടിഗ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ കോടികൾ തട്ടിയെന്ന പരാതിയിൽ ടി സിദ്ദിഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുന്നീസയെ പ്രതി ചേർത്ത് പോലീസ്. വഞ്ചനാ കുറ്റത്തിനാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തത്. വസീം, ഷംന, റഹീദ ബാനു, മൊയ്തീൻകുട്ടി എന്നിവരും പ്രതികളാണ്. നയൻതാര വിവരങ്ങൾ നൽകും. നയൻതാര, ഇത് എന്ത് തട്ടിപ്പാണ്? എത്ര പേർ പരാതിക്കാരായുണ്ട്? ദേവേഷ്, നിധി ലിമിറ്റഡിന് കീഴിലെ സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പില് നടക്കാവ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ മാത്രം 3 പരാതികളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതിയിൽ ഷറഫുന്നീസ അടക്കം, അതായത് കൽപ്പറ്റ എംഎൽഎ ടി സിദ്ദിഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുന്നീസ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സ്വിസ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ വാസിം തൊണ്ടിക്കാടൻ, ഭാര്യ റാഹില ബാനു, തൊണ്ടിക്കാട് മൊയ്തീൻകുട്ടി എന്നിവരാണ് 1, 2, 3 പ്രതികൾ. ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ 4ാം പ്രതിയാണ്. ഷംനയാണ് 5ാം പ്രതി. സാമ്പത്തിക നിക്ഷേപം സ്വീകരിക്കുകയും എന്നാൽ വാഗ്ദാനം ചെയ്ത പലിശയോ നിക്ഷേപിച്ച തുകയോ തിരിച്ചു നൽകിയില്ല എന്നാണ് പരാതി. ഇന്നലെ മാത്രം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 3 പരാതികളാണ് ലഭിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. 2 ഘട്ടങ്ങളിലായി 5,60,50,000 രൂപയിലേറെ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ നിക്ഷേപങ്ങൾക്ക് 13% പലിശയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. വാഗ്ദാനം ചെയ്ത പലിശയോ നിക്ഷേപിച്ച തുകയോ തിരിച്ചു നൽകിയില്ല എന്നാണ് പറയുന്നത്. കബളിപ്പിക്കപ്പെട്ട ഒരു കോഴിക്കോട് സ്വദേശിനിയാണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. 3 പരാതികളിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കേസിലാണ് 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഷറഫുന്നീസ അടക്കം 5 പേരാണ്. സ്വിസ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ വാസിം തൊണ്ടിക്കാടൻ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനിയും കേസുകൾ, അതായത് 3 കേസുകൾ വന്നു എന്ന് നടക്കാവ് പോലീസ് പറയുന്നു. ഇനിയും അന്വേഷണം നടക്കാനിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ടി സിദ്ദിഖ് എംഎൽഎ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്ന് വിചാരിക്കുന്നു. ശരി, നയൻതാരയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.